വാർത്ത പി ദിവ്യ മറക്കാൻ വഴിയില്ലല്ലോ. കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അതിലുപരി നവീൻ ബാബുവിൻ്റെ യാത്രയയപ്പ് ചടങ്ങിന് വന്ന നവീൻ ബാബുവിനെ വാക്കുകൾ കൊണ്ട് സിവിൽ ഡെത്ത് നടത്തിയ ആളും കൂടിയാണ്. ഇനി നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ നമുക്കതിനും കേസെടുക്കുമെന്നുള്ള പേടിയുണ്ട്. കാരണം CPM കാരിയാണ്. പി ദിവ്യ ഒരു 4 മണിക്കൂർ മുമ്പ് ഒരു വീഡിയോ ഒരു പോസ്റ്റ് വേണ്ടിയിട്ടുണ്ട്. രാഷ്ട്രീയക്കാരും ജനപ്രതിനിധികളും ഇവരെ ഭയന്ന് ജീവിക്കണം. കുടില ബുദ്ധിയുള്ള ചില അവതാരകർ ധരിക്കുന്നത് നുണകൾ 1000 വട്ടം ആവർത്തിച്ചാൽ സത്യമാകും. പകലിന് ഒരു രാത്രി ഉണ്ടാകും, അത് മറക്കണ്ട. ചില അവതാരികമാർ ചവിട്ട് നാടകത്തെ തോൽപ്പിക്കും വിധത്തിൽ ഒച്ചയിട്ട് റേറ്റിംഗ് കൂട്ടാനുള്ള തത്രപ്പാടിലാണ്. ചുരുങ്ങിയത് 2 വർഷം തടവിൽ കിടക്കാനുള്ള വകുപ്പ് ചിലർ ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഒരു വീഡിയോയും ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയിൽ ആരാണ് എന്താണെന്നൊക്കെ കറക്റ്റായിട്ട് പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിന് താഴെ കുറേ അവരിട്ടതിൻ്റെ താഴെ കുറേ കമൻ്റ് ഉണ്ട്. സപ്പോർട്ട്, ഇതുപോലെ ആരെങ്കിലും മുന്നിട്ടിറങ്ങിയാൽ സൂക്കേട് മാറിക്കൊള്ളും. അഭിവാദ്യങ്ങൾ. പി ദിവ്യ ഒന്ന് വെളുക്കാൻ എന്തൊക്കെ ചെയ്യണല്ലേ. KSUക്കാരനെതിരെ ഉള്ള കേസ് എന്തായി? വിടരുത്. അല്ലേലും നിന്നെപ്പോലുള്ള കമ്മ്യൂണിസ്റ്റുകൾ കേരളത്തിന് അപമാനമാണ്. നിങ്ങളുടെ വായിലെ നാവും ധാർഷ്ട്യവും ഒരു ജീവൻ കവർന്നെടുക്കേണ്ടി വന്നതിൽ പശ്ചാത്തപിക്കുക ആദ്യം, എന്നിട്ട് മറ്റുള്ളവരുടെ കാര്യത്തിൽ അഭിപ്രായം പറയുന്നതാണ് ഉചിതം. സുജാ പാർവതിക്കും പിന്തുണ കാണും. അവർ നികുതിപ്പണം ശമ്പളമായി വാങ്ങുന്നില്ല. ഇത് പറയാൻ നിങ്ങൾക്ക് യോഗ്യതയുണ്ടോ എന്ന് ഒരു ആത്മപരിശോധന നടത്തുന്നത് നന്നായിരിക്കും. നിങ്ങളൊരു മാധ്യമത്തെ കൂട്ടി വന്ന് വായിൽ തോന്നിയതുപോലെ അസത്യങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോഴല്ലേ നവീൻ സാറ് മരണപ്പെട്ടത്? ആത്മഹത്യയല്ലേ കൊലപാതകം? ഇപ്പോൾ തിരിച്ചു പണികിട്ടി തുടങ്ങിയപ്പോൾ വിഷമമുണ്ടല്ലേ? പിന്നെ സുജയ പാർവതി പുലിക്കുട്ടിയാണവൾ. നിങ്ങളെക്കാൾ 100 ഇരട്ടി ശക്തിയും പിന്തുണയും അവർക്ക് കിട്ടും. ആയതിനാൽ വെറുതെ സമയം കളയാതെ അടുത്ത ഇലക്ഷനിൽ ഒരു മന്ത്രിക്കുപ്പായം കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് നോക്ക്. ആദ്യം സ്വയം നന്നാവുക, മനുഷ്യത്വം ഉണ്ടാക്കുക, എന്നിട്ടാവാം വീട് നന്നാക്കലും തുടർന്ന് നാട് നന്നാക്കലും. മാധ്യമ ക്രൂരതയ്ക്ക് വിധേയമായ നേതാവ്. നവീൻ ബാബുവിൻ്റെ യാത്രയയപ്പ് യോഗത്തിൽ 2 ദിവസത്തിനകം എന്തോ പുറം ലോകത്തോട് വിളിച്ചു പറയുമെന്ന് പറഞ്ഞിരുന്നു. മാസങ്ങൾ കഴിഞ്ഞിട്ടും ഒന്നും പറയുന്നില്ല. എന്തോ വായിൽ പഴം തിരികെ വച്ചിരിക്കുകയാണോ? പറയുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കാത്ത നിങ്ങൾ ആരോടാണ് ഈ ഗുണ്ടുകൾ തട്ടിവിടുന്നത്? വളരെ താമസിക്കാതെ പൂജപ്പുര അല്ലെങ്കിൽ കണ്ണൂർ ജയിലിലാകേണ്ട നിങ്ങൾ ആർക്കെതിരെ എന്ത് നടപടിയാണ് എടുക്കുക? നാണമില്ലേ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ? കുറെ അടിമക്കമ്മികൾക്ക് രോമാഞ്ചമുണ്ടായേക്കും. നിങ്ങളെ വെറുക്കുന്ന കേരളത്തിലെ ജനങ്ങൾ കാർക്കിച്ച് തുപ്പും ഈ പോസ്റ്റ് കണ്ടാൽ. ഇങ്ങനെ പോകുന്നു. അധികവും പി ദിവ്യക്കെതിരായിട്ടും സുജയ പാർവതിക്ക് ജയ് വിളിച്ചിട്ടുമുള്ള കമൻറ്റുകളാണ്. എനിക്ക് തോന്നുന്നു സുജയ പാർവതിയെക്കുറിച്ച് അങ്ങനെ ആർക്കും അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. അവരൊരു BJP അനുകൂലിയാണെന്നൊക്കെ കുറേ ആളുകൾ, കുറേ കമ്മികളൊക്കെ പറയും. പക്ഷേ പറയുന്ന കാര്യങ്ങൾ കൃത്യതയോടെയും വ്യക്തതയോടെയും അവതരിപ്പിക്കുന്ന എല്ലാവർക്കും, എനിക്ക് തോന്നുന്നു മാധ്യമരംഗത്ത് നികേഷ് സാർ കഴിഞ്ഞാൽ പിന്നെ ഒരു ഓളം സൃഷ്ടിക്കാൻ കഴിവുള്ളത് സുജയ പാർവതിക്കായിരിക്കും, അല്ലേ? സുജയുടെ വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കാൻ അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴത്തെ ജേർണലിസം പഠിച്ചു വരുന്ന ഈവൻ നമുക്ക് പോലും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ചില ചോദ്യങ്ങൾ, അഭിപ്രായങ്ങൾ, ചർച്ചകളൊക്കെ കൃത്യമായി തന്നെ അവതരിപ്പിച്ചു പോകുന്നതിൽ സുജയ്ക്ക് പ്രത്യേക കഴിവുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പക്ഷെ എന്തിനാണ് സുജയ്ക്കെതിരെ പി ദിവ്യ നീങ്ങുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകാത്തത്. നവീൻ ബാബു കേസുമായി ബന്ധപ്പെട്ട് നിരന്തരമായ ചർച്ച പി ദിവ്യക്കെതിരെ ഉണ്ടായിരുന്നു. മാധ്യമ വിചാരണ എന്നവർ പറയുന്ന ഒരു കാര്യത്തിലൂടെ അവർ കടന്നുപോയി എന്നാണ് അവർ പറയുന്നത്. നമ്മൾ ഉൾപ്പെടെ നിരന്തരമായിട്ട് പി ദിവ്യക്കെതിരായിട്ട് വാർത്ത കൊടുത്തു എന്നുള്ളതാണ് സത്യം. അതായത് നവീൻ ബാബു ഓട്ടോ ഇടിച്ച് മരിച്ചതല്ല എന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയാണോ ഇനി അതല്ല കൊലപാതകമാണോ എന്നുള്ളത് വ്യക്തമാകാത്തൊരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും അദ്ദേഹത്തിൻ്റെ യാത്രയയപ്പ് ചടങ്ങിൽ വന്നുകൊണ്ട് അതിനിഷ്ഠൂരമായ ക്രൂരവുമായ വാക്കുകൾ ഉപയോഗിച്ച് അദ്ദേഹത്തെ ഏറ്റവും അങ്ങേയറ്റം മാനസികമായി ഒരാളെ തളർത്തിക്കളയാവുന്ന കാര്യങ്ങൾ ഉദ്യോഗസ്ഥ സമൂഹത്തോട് വിളിച്ചു പറയുക, വിളിക്കാത്ത ചടങ്ങിലേക്ക് കയറി ചെന്നുകൊണ്ട് തൻ്റെ പക മാത്രം മനസ്സിലുള്ളിൽ വെച്ചുകൊണ്ട് അത് എങ്ങനെ പ്രകടിപ്പിക്കാമെന്നുള്ള ഒരു വേദി നോക്കി നടന്ന് വിളിക്കാത്ത സ്ഥലത്തേക്ക് കയറി ചെന്ന് പറഞ്ഞ ഒരാളാണ് ഈ പറയുന്ന പി ദിവ്യ എന്ന് പറയുന്നത്. രണ്ടാമത്തത്, അവർ മാധ്യമങ്ങളെ കുറ്റം പറയുന്നുണ്ട്. സുജയ പാർവതിയിലേക്ക് നമുക്ക് വരാം. അതിൻ്റെ മുമ്പ് മാധ്യമങ്ങളെ കുറ്റം പറയുന്നുണ്ട്. ഈ മാധ്യമങ്ങളെ കുറ്റം പറയുന്ന ഇവർ തന്നെ നവീൻ ബാബുവിനെ വിചാരണ ചെയ്യപ്പെടാൻ അല്ലെങ്കിൽ നവീൻ ബാബു വിചാരണ ചെയ്യപ്പെടാൻ
രക്ഷപ്പെടണമെന്ന ഉദ്ദേശത്തോടു കൂടി കണ്ണൂരിലെ ഒരു പ്രാദേശിക മാധ്യമത്തെയും കൂട്ടിയിട്ടല്ലേ അവിടത്തേക്ക് വന്നത്. ആ മാധ്യമത്തെയും കൂട്ടിക്കൊണ്ടാണ് വന്നത്. അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ആ മാധ്യമം എടുത്തു. എന്നിട്ട് അതിൻ്റെ വീഡിയോയും ഷോർട്സും ഇറക്കിയിട്ട് എല്ലായിടത്തും പ്രചരിപ്പിച്ചു. ഇദ്ദേഹം പോകുന്നതിന് തലേന്ന് ഏകദേശം കേരളത്തിലെ ആളുകളുടെ എല്ലാം കയ്യിൽ ഈ വീഡിയോ കിട്ടിയിട്ടുണ്ട്. അഴിമതിക്കെതിരെ ശക്തമായി സംസാരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ എന്ന പേരിൽ. അതിനിടയിലാണ് നവീൻ ബാബുവിൻ്റെ മരണം സംഭവിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട നിരവധിയായിട്ടുള്ള നമ്മൾക്ക് ഇപ്പോഴും നീങ്ങാത്ത ദുരൂഹതകൾ നമ്മൾ നിരന്തരമായി സംസാരിച്ചതാണ്. ഈ പറയുന്ന ഈ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള പരിയാരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടത്തിലെ വിഷയങ്ങൾ, ഡോക്ടറുടെ പ്രശ്നം, അവിടെയുള്ള റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ, സർക്കാർ CBI അന്വേഷണത്തെ എതിർത്തത്. ഇപ്പോൾ ഹൈക്കോടതിയിൽ ഡിവിഷൻ ബെഞ്ചിൻ്റെ പരിഗണനയിലാണ് കേസുള്ളത്. എന്താണ് CBI അന്വേഷണത്തിൽ വിടുവെന്നുള്ളത് നമുക്കറിയില്ല. സുജയ പർവ്വതിയുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ, സുജയ പർവ്വതി ഈ കേസുമായി ബന്ധപ്പെട്ട് PP ദിവ്യക്കെതിരായ വാർത്ത ചെയ്തു. ആ വാർത്ത ചെയ്യുന്നതിനിടയ്ക്ക് അവരുടെ ആത്മരോഷം അവർ പ്രകടിപ്പിച്ചു എന്നുള്ളതായിരിക്കാം ഇവർ ഒരുപക്ഷെ കേസ് കൊടുക്കാനുള്ള സാധ്യത എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ പറയുന്ന സുജയ പർവ്വതി മാധ്യമ പ്രവർത്തകയാണ്. അവർക്ക് ചില കാര്യങ്ങൾ കാണുമ്പോൾ രോക്ഷം വരുന്നത് സർവ്വസാധാരണമാണ്. എല്ലാവരും കൈരളിയിലും ദേശാഭിമാനിയിലും മീഡിയ വണ്ടിലും ഒന്നും ഇരുന്ന് വാർത്തയെടുക്കുന്നവരല്ലല്ലോ പ്രിയപ്പെട്ട സഖാവ് ദിവ്യ എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. കാരണം മറ്റുള്ള ആളുകൾ മരണപ്പെടുന്ന സമയത്ത്, മറ്റുള്ള ആളുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിക്കുന്ന സമയത്ത് CPMൻ്റെ സഖാക്കൾ അല്ലെങ്കിൽ CPMൻ്റെ നേതാക്കന്മാർ വന്നുകൊണ്ട് വലിയ തരത്തിലുള്ള വിചാരണ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? വലിയ തരത്തിലുള്ള വിചാരണയാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാളെ എങ്ങനെയെല്ലാം ആക്രമിക്കാം എന്നുള്ളത് പഠിച്ചു നിൽക്കുകയാണ് CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആന്തൂരിൽ സാജൻ കൊല്ലപ്പെട്ട സമയത്ത് അതിൻ്റെ പിറ്റേന്ന് ദേശാഭിമാനി പത്രത്തിൽ എഴുതിയത് സാജൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിൻ്റെ പുറത്താണ് സാജൻ ആത്മഹത്യ ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് സാജൻ്റെ ഭാര്യയുടെ ബന്ധങ്ങൾ അന്വേഷിച്ചു പോയ ഒരു പത്രമാണ് ദേശാഭിമാനി. ആദ്യം അവരെ പോയി മര്യാദ പഠിപ്പിക്കണം PP ദിവ്യ, എന്നിട്ട് മാധ്യമങ്ങളെ പറ്റി കുതിര കയറാൻ വരണം എന്നുള്ളതാണ് ഒന്നാമത്തെ പറയാനുള്ളത്. വളരെ കൃത്യമാണ്. അതെ. അത് രണ്ടാമത്തത്, ഈ PK ശ്യാമള ടീച്ചർ എവിടെയാണുള്ളത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഈ PP ദിവ്യയുടെ അടുത്ത ആളാണല്ലോ. ഈ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് എല്ലാവരും ഈ ഡിഗ്രി എടുത്ത ആൾക്കാരാണ് ഇവരൊക്കെ. നിങ്ങളിങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ആളുകൾക്കെതിരെയും മൈക്ക് കെട്ടി എല്ലാ തോന്നിവാസങ്ങളും വിളിച്ചു പറയാം. ഈ നവീൻ ബാബുവിനെതിരെ ഒരു തെളിവുമില്ലാതെ നിങ്ങൾക്ക് പല കാര്യങ്ങളും പറയാം. ഇതുവരെ പുറത്തു വിട്ടില്ലല്ലോ, ഒന്നും പുറത്തു വിട്ടില്ല. ഇങ്ങനെ നിങ്ങൾക്ക് മൈക്ക് കെട്ടി മറ്റുള്ളവരെ കുറ്റം പറയാം, നിങ്ങളുടെ സൈബർ സേനകൾക്ക് മറ്റുള്ളവരെ ആക്രമിക്കാം. ഇപ്പോൾ 24-ലെ ശ്രീകണ്ഠൻ നായരുടെ ഭാര്യയെ വരെ അപമാനിച്ചുകൊണ്ട് ഈ പറയുന്ന സൈബർ സഖാക്കളെല്ലാം കൂടി രംഗത്തിറങ്ങി. ഒരു ഉളുപ്പുമില്ലാതെ ഇവർ രംഗത്തിറങ്ങി. അത് ഇതിൽ പറയാനുള്ളത് എന്താ പറയുക, ഈ സംഭവത്തിൽ മാധ്യമരംഗം ഒന്നിച്ച് സുജയ പാർവതിയോടൊപ്പം നിൽക്കും. ദേശാഭിമാനിയും കൈരളിയും മീഡിയ വൺ അല്ല ഞാൻ പറയുന്നത്, അല്ലാത്ത മാധ്യമങ്ങൾ. കാരണം ഇവർക്കാർക്കും ഓൺലൈൻ മാധ്യമത്തോട് വലിയ അഭികാമ്യമില്ലെങ്കിലും നമുക്കൊക്കെ ഇവർക്കൊരു പ്രശ്നം വന്നാൽ മാധ്യമ പ്രവർത്തകർ എന്ന രീതിയിൽ ഓൺലൈൻ എന്നോ ചാനലൊന്നോ ഇല്ല, നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക. അതുകൊണ്ട് ഈ വിഷയത്തിൽ സുജയ പാർവതിക്കൊപ്പം തന്നെയാണ് കേരളത്തിലെ കൈരളിയും ദേശാഭിമാനി മീഡിയ വണ്ണും ഒഴിച്ചുള്ള മാധ്യമ പ്രവർത്തകർ. കൂടുതൽ എല്ലാവരുമാണെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും സുജയ പാർവതി ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ ഒരു വിഭാഗം മാധ്യമ പ്രവർത്തകർ എന്തായാലും സുജയ പാർവതിക്കൊപ്പം തന്നെ ഉണ്ടാകും. തീർച്ചയായിട്ടും ഉണ്ടാകും. അത് മാത്രമല്ല, സുജയ പാർവതി ഈ കാര്യത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവരവരുടെ ധർമ്മമാണ് ചെയ്തത്. നിങ്ങൾ ഒരു കേസ്, അതായത് ഈ പറയുന്ന PP ദിവ്യ ഒരു കേസിൽ പ്രതിയാണല്ലോ, ആ കേസിലൊരു തീരുമാനം ഉണ്ടാകട്ടെ. എന്നിട്ട് മതി മറ്റുള്ളവരെ പഠിപ്പിക്കലും ഈ പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ ചെയ്യലും എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. ഇവർ ഇതേ മാധ്യമം ഉപയോഗിച്ചാണ് ഈ മനുഷ്യനെ, ഈ കേരളം മൊത്തം അപമാനിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത്. അവരാണ് ഈ പറയുന്ന ഇപ്പോൾ ബൈബിളും രാമായണവും ഒരുമിച്ച് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആദ്യം നിർത്തുക.